ഹലോ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കുന്നത് ദേ ഈ സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഫ്ലാക്സ് സീഡ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയോന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അറിയാത്ത ആൾക്കാർക്കായിട്ട് പറയുന്നത് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡാണിത്. ഫ്ലാക്സ് സീഡ് എന്തിനാ ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് തിളപ്പിച്ച് ഇത് അരിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. വെച്ച് കഴിഞ്ഞ് ജെല്ല് പോലെ ഇത് തിളച്ച് വരുമ്പോൾ ജെല്ല് പോലെ ആകും. ഇത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലോട്ടിമേൽ തേച്ച് കൊടുത്ത് പിടിപ്പിച്ച് തേച്ച് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് കഴുകി കളയാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കും, പുതിയ മുടി കിളിർത്ത് വരും, പിന്നെ സ്മൂത്തും സിൽക്കി ആയിട്ടിരിക്കും, മുടി കൊഴിച്ചിൽ നിൽക്കും വളരാൻ വേണ്ടി. അപ്പം അത് മമ്മി എങ്ങനെയാണെന്ന് ചെയ്യണത് കാണിച്ചു തരാം. അപ്പം ഇതാദ്യം പൊട്ടിക്കുക. എന്നിട്ട് ദേ ഇങ്ങനത്തെ കപ്പാണ്, ഒരു അളവ് അതന്നെ. അപ്പൊ ഒരു ഗ്ലാസ് എടുക്കണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുക്കാം. ഇതിപ്പോ ഞങ്ങൾ 3 ഇങ്ങനത്തെ 1 2 ഇട്ടാൽ മതി അല്ലേ? 2 ഇട്ടാൽ മതി. കഴിഞ്ഞ് 2 കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ല, അതിട്ട കൂടുതലാകും. ഇത് പിന്നെ ഒരു ദിവസം എടുക്കാം നമുക്ക്. അപ്പൊ 2 കപ്പ് ഫ്ലാക്സ് സീഡ്. ഒന്നുമില്ല. ദേ മമ്മി കാണിച്ചേരാ, കയ്യിലെടുത്ത് ദേ കണ്ട. ഇതാണ് സാധനം ഫ്ലാക്സ് സീഡ്. മുന്നേ ഇതൊക്കെ കാണിക്കുമ്പോ ഞാനിത് എന്ത് സാധനാവോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മ 2 എണ്ണല്ലേ ഇട്ടേ. അപ്പൊ ഒരു 6 ഗ്ലാസ് 4 കപ്പാണ്. പക്ഷെ 6 എണ്ണം ഇടാം നമുക്ക്. 1 2 3 4 5 6 കപ്പ് വെള്ളവും ഇട്ട്. ഇനി ഇത് നമുക്ക് 6-7 മിനിറ്റ് ചൂടാകാനാണ് നമ്മൾ കണ്ട യൂട്യൂബിൽ കണ്ടത്. തിളപ്പിക്കാനല്ലേ? തിളപ്പിക്കല്ല, ചൂടാക്കാം. അപ്പോഴത്തേന് ജെല്ല് വരും. ജെല്ല് വരുമ്പോ തന്നെ ഓഫ് ചെയ്യുക, എന്നിട്ട് അരിച്ചിടുക. അത്രയുള്ള പരിപാടി. അപ്പൊ അതേ സാധനം നമ്മള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ജെല്ല് പരിവായിട്ട് വരട്ടെ, ചൂടായി കഴിയുമ്പോ. അല്ല, എന്നിട്ട് കാണാം. അപ്പൊ ഓക്കെ. അപ്പൊ മക്കളെ, പിന്നെ അതേ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്. ഇത് കണ്ട, ഇത് നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ചക്കയാണ്. നോയലിന്റെ കടയുടെ തൊട്ടപ്പുറത്തുള്ള അവിടുന്ന് അത് തന്നേക്കണത് നോക്ക്. സെറ്റപ്പ് ചെയ്ത് പൊതിഞ്ഞ് തന്നേക്കാണ്. നല്ല ചക്കയുടെ നോയലെ, അടിപൊളി ചക്ക. പഴുത്തണ്ടല്ലേ? പഴുത്തിട്ടില്ല, നല്ലോണുണ്ട്. അതെ. അപ്പൊ മറ്റേത് പ്ലാവിന്റെടാ തേൻ വരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല മമ്മി ഉദ്ദേശിക്കണേ. മറ്റേ പ്ലാവില്ലേ, ഒട്ടുപ്ലാവ് എന്ന് വെച്ചാ സൂപ്പർ എർലി തേൻ വരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ചക്ക കട്ട് ചെയ്യുമ്പോ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാല്ലേ? പിന്നെ എപ്പോഴെങ്കിലല്ല, നാളെ കാലത്ത് മമ്മി അത് കട്ട് ചെയ്യുമ്പോ മക്കളെ കാണിച്ചു തരാം. ചക്ക ഞങ്ങക്ക് ആദ്യമായിട്ടല്ല, ചിരിയൊക്കെ കറി വെക്കാനോ അതിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ അത് കൊച്ചു തന്നു. അപ്പൊ നമുക്ക് നാളെ നോയലിന്റെ തൊട്ടപ്പുറത്തെ കടയില അക്വേറിയം അന്ന് പറഞ്ഞില്ലേ, ആ കടയിലത്തെ കൊച്ചു കൊടുത്തതാണ് നോയലിന്. അവന്റെ പേര് അതുൽ. അപ്പൊ മീനുകളൊക്കെ വേണമെന്ന് ഇവിടെ ചെന്ന് മേടിക്കാട്ടാ. അപ്പൊ ഈ ചക്ക കട്ട് ചെയ്യുമ്പോ മമ്മി കാണിച്ചു തരാം. നാളെ കാലത്ത് കാണിച്ചു തരാം. നമ്മുടെ സാധനം തിളവുന്നുണ്ട്. തിളക്കണോടത് ജെല്ലായില്ലേ? കട്ടിയായി തുടങ്ങിയില്ലേ? വെള്ളം കട്ടിയായി തുടങ്ങിയില്ലേ? ജെല്ലായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനുണ്ടോ പറഞ്ഞ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കട്ടിയാകും തിളക്കണോടത്. അപ്പൊ തിളയപ്പോ നേരത്തെ വന്നത്. അതെവിടെ തിള വന്നേ? തിള വന്നിട്ട് കാണാം അല്ലേ മീ? തിള വന്നിട്ട് മമ്മി കാണിച്ചു തരാട്ടാ. അപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ലേ? സാധനം തിളയൊക്കെ നല്ലോണം വന്നത്. കട്ട ഒരുവിധം ജെല്ലായിട്ടുണ്ട്. ഇനി ആറുമ്പോ ബാക്കി ആറുമ്പോ വിചാരിക്കുന്നു. ഞങ്ങൾ കണ്ട വീഡിയോനകത്ത് ഇത് വെള്ളം കൂടി പോയി തോന്നുന്നുണ്ട് നമ്മൾ ചെയ്തപ്പോ. വെള്ളം കൂടി പോകല്ല, വെള്ളം ഇച്ചിരി വേണം മോനെ. അല്ലെങ്കിൽ ഇത്രയും സാധനം ഇട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പൊ അതനുസരിച്ച് ഇച്ചിരി വെള്ളം മമ്മി ഇട്ടതാണ്, കുഴപ്പമില്ല. അരിച്ചെടുക്കാൻ പോയാണ്. എന്നിട്ട് ആറി കഴിയുമ്പോ അതന്നെ കണ്ട ഇതന്നെ സാധനം.
പൊടിക്കോ? ആ ഒരു ഇതായിട്ടുണ്ട്. വീഴണത് കണ്ടറിയാം. ആ സാധനം കട്ടിയായിട്ടുണ്ട്. എൻ്റെ കറ്റാർവാഴയുടെ ഒക്കെ ഇതില്ല അതുപോലെ ഒന്ന് പറഞ്ഞ ജെല്ല് മാതിരി. അങ്ങനെ ഇതാക്ക് ചുറ്റി ഇത് ഉള്ളിലിട്ട് കയ്യിലോണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അത് തന്നെ പുക മാവിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. തിളച്ചതാണ്. അപ്പൊ പിന്നെ പുകയായതിൻ്റെ ഇരട്ടി. ഇതാണ് സംഭവം. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഇനി ആറി കഴിയുമ്പോ നമുക്ക് ചില്ലിന്റെ ചെപ്പ് ഇത് കിട്ടിയെന്നുണ്ടെങ്കിൽ നല്ലതാ. ചെപ്പ് വാവട്ടമുള്ളതാ. അതിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് നല്ല തണവായിരിക്കും. 2 ദിവസം ഇടവിട്ട് എടുത്ത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക, കഴുകി കളയാ. മക്കള് ട്രൈ ചെയ്തോ, നല്ല സൂപ്പർ സാധനമാണ്. ചെയ്തോ, ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയില്ലേ? നമ്മൾ ആറി കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പ് കാണിച്ചു തരാം നാളെ രാവിലെ. അപ്പൊ കട്ടിയായി ഒരു അതിങ്ങനെ പറ്റിച്ചു ഫുള്ളും. പിന്നെ ആറി കഴിഞ്ഞിട്ടുള്ള നാളെ രാവിലെ കാണിച്ചു തരാം മമ്മി. അപ്പൊ ആറി കട്ടയാകണത് മമ്മി നാളെ കാണിച്ചു തരാം. അപ്പൊ ഓക്കേ. അപ്പൊ മക്കളെ, നമുക്ക് ഇന്നലെ പറഞ്ഞ ചക്ക വെട്ടിയൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കത്തി കൊണ്ടോട്ടണ മമ്മി? കത്തി കൊണ്ട് കത്തിക്കാൻ മൂർച്ചയുള്ളൂ മോനെ. പഴുപ്പായിണ്ട് എനിക്ക് തോന്നണം കണ്ടിട്ട്. മൂത്തണ്ട് എന്തായാലും പഴുപ്പായിണ്ട് അല്ലേ? സൂപ്പർ എർലി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പഴുത്തുണ്ടോ നോക്കട്ടെ കേട്ടോ മമ്മി. പഴുത്തിയിട്ടുണ്ടോ, മധുരമുണ്ടോ എന്ന് നോക്കാം. പഴുത്തുണ്ടോ? ഒരു ദിവസം കൂടി ഇന്ന് കഴിഞ്ഞാൽ നല്ല പഴുക്കൂലേ? അടിപൊളി മക്കളെ, നല്ല ചക്ക. സൂപ്പർ ചക്ക അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ചക്ക. അതേ മക്കളൊന്നുകൂടി കണ്ട ചക്ക കാണിക്കാനേ പറ്റൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചക്ക. കൊച്ചിറക്കം പറഞ്ഞത് ശരിയാണ്. ശരിയാ, ഞാൻ വിചാരിച്ചത് അങ്ങനെ. എന്താ അവന്റെ പേര്? അതുലേ. ഹായ്. ചക്ക സൂപ്പർ ചക്ക. അപ്പൊ മറ്റേ സാധനം എവിടെ മീ? ഇനി അതങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ റെഡിയാക്കി വെച്ച സാധനം ഇനി നമുക്ക് അതാണ് സാധനം. അതാണ് രാവിലെ കഴിഞ്ഞപ്പോ സാധനം അടിപൊളിയായി കട്ടിക്കുട്ടി. നല്ല തന്നെ കറ്റാർവാഴ ജെല്ല് പോലെ തന്നെയായി. അതിങ്ങനെ കട്ടിയായി സാധനം. അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ അല്ല, ഇനി ഇത് ഒരു എന്തെങ്കിലും പാത്രത്തിൽ പകർത്തി തണുപ്പിച്ച് തലയിൽ വരട്ടെ. നല്ല തണവോടുകൂടി. അപ്പൊ നല്ല കൂളിങ് കിട്ടുമല്ലോ. നല്ല ജെല്ല് ഇതുപോലെയായി. ഇതിനകത്ത് കൊള്ളനോ അതിലത് അറിയില്ല. പകർത്തി വെക്കുക. ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം തലേപ്പരട്ട് ഇങ്ങനെ തന്നെ വെച്ചോണ്ട്. അയ്യോ കുറച്ചുള്ളൂ. നല്ല സൂപ്പറായിട്ട് പകർത്തിയില്ല മമ്മി. ഇതാണ് സാധനം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഇതാണ് എന്തിട്ട് ഇതാ മോനെ? ഫ്ലാക്സ് സീഡ്. ദേ മമ്മി റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇത് നന്നായി തലോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നല്ല തണവ് നല്ല സൂപ്പറായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം പുതിയ മുടി കിളിർക്കുകയും ചെയ്യും. മുടി നല്ല തണവ് കിട്ടും. സിൽക്കി ആയിട്ടിരിക്കും. നല്ല സ്മൂത്തായിട്ടിരിക്കും. മുടി കൊഴിച്ചിൽ നിൽക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് അല്ലേ? വൈൻഡപ്പ്. അപ്പം മക്കളെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.